എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്നാണ് ക്ലീനിങ് ഓർഗനൈസിങ്. എനിക്ക് എന്തെങ്കിലും ലൈഫിൽ സങ്കടമോ സ്ട്രെസ്സോ ആങ്സൈറ്റിയോ എന്ത് കാര്യം വന്നാലും ഞാൻ ആദ്യം മിക്കപ്പോഴും ചെയ്യുക എന്തെങ്കിലും ഒരു കാര്യം ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം പേർക്കും കാണാൻ ഇഷ്ടമുള്ളതും എന്നാൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള കാര്യമായിരിക്കും അല്ലേ ക്ലീനിങ് ഓർഗനൈസിങ്. പക്ഷേ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം ഓർഗനൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു സന്തോഷമൊക്കെ വരാറുണ്ട്. അതുപോലെ എന്തോ സംതിങ് ചെയ്തു എന്നുള്ളൊരു തൃപ്തിയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ടേബിൾ ഓർഗനൈസ് ചെയ്തപ്പോഴത്തേക്കും ഡ്രോയറിൽ ഇവൻ ഇരിക്കുന്നു ഈ ഒരു ബോക്സ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നു പോയൊരു ബോക്സാട്ടോ ഇത്. അപ്പോൾ ഇതിനകത്ത് മുഴുവൻ എൻ്റെ പോസ്റ്റ് കാർഡ് കളക്ഷനും ബുക്ക് മാർക്ക് കളക്ഷനുമാണ്. ഞാൻ എവിടെ പോയാലും കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാധനമാണ് പോസ്റ്റ് കാർഡ്സ്. അവിടുത്തെ എന്തെങ്കിലും ഒരു മെമ്മറി നമ്മൾ ഓർപ്പിക്കുന്ന രീതിയിലുള്ളൊരു പോസ്റ്റ് കാർഡ് കിട്ടുമെന്ന് ഞാൻ എവിടെ പോയിട്ട് നോക്കാറുണ്ട്. കളക്ട് ചെയ്യുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനെക്കാട്ടിലും സന്തോഷം എനിക്കത് ആർക്കെങ്കിലും സെൻഡ് ചെയ്യുമ്പോഴാണ്. നമ്മളൊരു പോസ്റ്റ് കാർഡ് അയച്ച് അതവിടെ റിസീവ് ചെയ്ത് അവർ ആ ഒരു റിപ്ലൈ നമുക്ക് ഒന്നെങ്കിൽ അത് പോസ്റ്റ് കാർഡായിട്ട് തന്നെ അവരെനിക്ക് സെൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ അവരത് വായിച്ചിട്ട് ചിലപ്പോൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ആയിരിക്കും അയക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോൾ ആയിരിക്കും ചെയ്യുന്നത്. ആ ഒരു മൊമെൻറ്റിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതിനുവേണ്ടി ആകട്ടോ ശരിക്കും ഞാൻ ആ പോസ്റ്റ് കാർഡ് അയക്കുന്നത് തന്നെ. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഒരു ചെറിയ ഫാമിലിയാണ് അല്ലേ. ഞാൻ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 225 സബ്സ്ക്രൈബേഴ്സാണ് എനിക്കുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. 225 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് 225 പേരെയാണ്. ആക്ച്വലി 225 പേര് എൻ്റെ മുന്നിൽ നിന്ന് ഈ വീഡിയോ കാണുന്നതായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ അവർ അറിയുന്നതായിട്ടോ ഞാൻ വിഷ്വലൈസ് ചെയ്യാറുണ്ട്. എന്നെ സംബന്ധിച്ചതൊരു വലിയ കൗണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ഈ ഒരു ജേണി ഇവിടം വരെ എത്തുമ്പോൾ എന്നെ ഒരുപാട് പേര് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻലി എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഫാമിലിയിലും പലരും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മെജോറിറ്റി ഓഫ് പോർഷൻ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇവർക്കൊക്കെ ഇതിലൊരു 10 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും ഫാമിലിയിലും എന്നെ സപ്പോർട്ട് ചെയ്ത ആ ആളുകളിൽ ഒരു 10 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കുറച്ച് പോസ്റ്റ് കാർഡ്സ് അയക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, സെൻഡിങ് പോസ്റ്റ് കാർഡ്സ് ടു മൈ സപ്പോർട്ടേഴ്സ്. അപ്പോൾ ഇനി സ്റ്റോറി ടൈം. എൻ്റെ ലൈഫിലെ ഏറ്റവും ലോങ്ങർ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ പേനയും പേപ്പറുമായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഇത് കുറച്ച് പൊയറ്റിക് ആയിട്ടല്ലാതെ എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. കാരണം എനിക്ക് എഴുത്തും വായനയും പഠിക്കുന്ന കാലം തൊട്ട് എൻ്റെ ഓർമ്മയിലുള്ളൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പം എന്തെങ്കിലും എഴുതിയോ വരച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കും. എനിക്ക് നോട്ട്ബുക്ക് എന്ന് പറയുന്നത് ഇപ്പം ഒരാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഗിഫ്റ്റ് ചെയ്യാൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയാം അവരുടെ അടുത്ത് നോട്ട്ബുക്കെന്നോ പേനയെന്നോ എല്ലാം ആയിരിക്കും. അപ്പോൾ എനിക്ക് പേപ്പർ, നോട്ട്ബുക്സ്, പെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ആ ഒരു ഇഷ്ടം പോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു കാര്യമാണ് ലെറ്റേഴ്സ്, പോസ്റ്റ് കാർഡ്സ്, ബുക്ക് മാർക്സ്, ബുക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കൊച്ചിലേ തൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഞാൻ സ്വന്തമായിട്ട് കൈകൊണ്ട് കാർഡ്സൊക്കെ ഉണ്ടാക്കി സെൻഡ് ചെയ്യാറുണ്ടായിരുന്നു, നേരിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് പലരും അതിൽ തിരിച്ച് അയക്കാറും ഉണ്ടായിരുന്നു. ഒരു പ്രായം വരെ ഇതെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് എനിക്ക് കിട്ടിയ എല്ലാ കാർഡ്സും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പോയിന്റിൽ പ്രത്യേക ഒരു സാഹചര്യത്തിൽ അതെൻ്റെ നഷ്ടമായിപ്പോയി. പക്ഷേ ഞാൻ തളർന്നില്ല. ഞാൻ വീണ്ടും ഈ പരിപാടി തുടങ്ങി. അങ്ങനെ എനിക്ക് ഒരു 2 വർഷം മുന്നേ വരെ ഞാൻ കാർഡ്സ് സെൻഡ് ചെയ്യുമായിരുന്നു, ലെറ്റേഴ്സ് സെൻഡ് ചെയ്യുമായിരുന്നു, തിരിച്ച് ലെറ്റേഴ്സും കാർഡ്സും റിസീവ് ചെയ്യുമായിരുന്നു. ഭയങ്കര ആക്റ്റീവായിട്ട് ഈ ഒരു കാര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 വർഷം മുന്നേ എനിക്ക് വർക്ക് സംബന്ധമായിട്ടൊക്കെ ഉള്ള തിരക്കുകൾ വന്നു. ഞാൻ ബിസിയായി. കൂടെ ഈ കാര്യങ്ങളും അങ്ങ് പോയി. അപ്പോൾ ഇന്ന് ഈ ഒരു ബോക്സ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരണം തോന്നി. അതിന് പറ്റിയൊരവസരമാണ് ഈ ചാനലിൽ ഞാനിത് വന്ന് പ്രസൻറ്റ് ചെയ്യുന്നതും. അതുപോലെ ചാനലിൽ എൻ്റെ ലേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് മുഴുവൻ ചാനലുമായിട്ട് റിലേറ്റഡ് ആണ്. ചെറിയൊരു ഫാമിലി ആണെങ്കിലും അതിൻ്റെ ഓരോ മൈൽ സ്റ്റോൺസും ഞാൻ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ലിറ്ററലി ഞാൻ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഈ ചാനലിൽ 100 സബ്സ്ക്രൈബർ ആയപ്പോഴും 150 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴും 200 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴും ഒക്കെ പേഴ്സണലി എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് തന്നെ കണ്ട് ഞാൻ ശരിക്കും സന്തോഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന ആളുകൾക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ആ ഒരു ഇഷ്ടം ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ ഓർത്ത്. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റി പറഞ്ഞതിന് മുന്നേ ഈ ബോക്സ് ആക്ച്വലി ഒരു കലണ്ടറാണ് കേട്ടോ. 2023 എന്ന് എഴുതിയിട്ടുണ്ട്. 2023 ഒരു ടേബിൾ കലണ്ടറാണ്. ഇതിനകത്ത് കുറച്ചൊരു 10 പോസ്റ്റ് കാർഡ്സ് ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക്
ഗിഫ്റ്റ് ചെയ്തതാണ്. എൻ്റെ ഈ പോസ്റ്റ് കാർഡ്സിനോടുള്ള ഒരു പ്രേമം കാരണം പുള്ളി എനിക്ക് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ന്യൂ ഇയറിൽ ഗിഫ്റ്റ് ചെയ്ത കേട്ടോ ഇതിൽ കലണ്ടർ ഉണ്ടായിരുന്നു, 12 പോസ്റ്റ് കാർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 12 പോസ്റ്റ് കാർഡ്സ് ആകുമ്പോൾ 12 ഓരോ മാസം ഓരോരുത്തർക്ക് അയക്കാന്നുള്ള രീതിയിൽ ഉള്ളൊരു ഐറ്റമായത്. ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണോ എന്ന്, 1.5 വർഷം മുന്നേ നടന്ന കാര്യമല്ലേ. അപ്പം ഞാൻ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു 10 പോസ്റ്റ് കാർഡ്സിൽ 4 സെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇതൊന്നും വന്നില്ല, ഒരുപാട് തിരക്കുകൾ വന്നു, ഓർമ്മയിൽ ഇതൊന്നും വന്നില്ല. ഞാൻ ഇതിങ്ങനെ കെട്ടിപ്പൂട്ടിയെടുത്ത് വെച്ചു എന്ന് വേണേൽ പറയാം. പിന്നെ ഇതിനകത്ത് വേറെ ഉള്ളത് ചില ബ്രാൻഡ്സ്, കോൺഷ്യസ് ബ്രാൻഡുകളൊക്കെ പലതും പോസ്റ്റ് കാർഡ്സും അവരുടെ പ്രോഡക്റ്റിൻ്റെ കൂടെ സെൻഡ് ചെയ്യും. പല സസ്റ്റൈനബിൾ ബ്രാൻഡ്സും ഞാൻ പ്രോഡക്റ്റ് വാങ്ങിച്ചതിനകത്ത് ഇതുപോലുള്ള പോസ്റ്റ് കാർഡ്സ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ബെയർ നെസസിറ്റീസ് എന്ന് പറയുന്ന ബ്രാൻഡ് അവരുടെ എല്ലാ പ്രോഡക്ട്സിൻ്റെ കൂടെയും പോസ്റ്റ് കാർഡ്സും സെൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന പോസ്റ്റ് കാർഡ്സും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വന്ന് ഇത്രയായിട്ടുണ്ട്. എല്ലാം പോസ്റ്റ് കാർഡ്സ് അല്ല, ബുക്ക് മാർക്സ് ഉണ്ട്, പേപ്പർ വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് മെയിൻലി. അപ്പോൾ കുട്ടിക്കാലത്ത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മെമ്മറീസ് ആണ് ഫ്രണ്ട്സുമായിട്ട് ക്രിസ്മസ് കാർഡ്സ്, ന്യൂ ഇയർ കാർഡ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഈ ഫ്രണ്ട്ഷിപ്പ് ഡേയിൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സിന് കാർഡ് കൊടുക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര പെർട്ടിക്കുലറാണ്. ഞാൻ ആ ഡേറ്റൊക്കെ ഓർത്ത് വെച്ച് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി നമുക്കന്ന് പുറത്ത് ഒറ്റയ്ക്ക് പോകാനൊക്കെ ഇപ്പോഴല്ലേ പറ്റുന്നത്. അപ്പം കുട്ടിയായിരുന്നത് കൊണ്ട് അച്ഛൻ്റെ അടുത്തൊക്കെ മറക്കരുതെന്ന് പറഞ്ഞ് ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് എത്ര ഫ്രണ്ട്സിനാണ് എനിക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ ഓർത്തിട്ട് ഞാൻ ഈ നമ്പറൊക്കെ അച്ഛൻ്റെ അടുത്ത് പറയും. എന്നിട്ട് അച്ഛൻ വരുന്നത് കാത്തിരിക്കും, ഈ കാർഡൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് ഞാൻ നോക്കിയിരിക്കും. അപ്പോൾ ഒരു 7 വയസ്സ് വരെ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 3rd സ്റ്റാൻഡേർഡ് വരെ ഞാൻ ഈ ഒരു റിച്വൽ കണ്ടിന്യൂസ് ആയിട്ടും നല്ല കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഹാർട്ട് ബ്രേക്ക് വരുന്നത്. വേറൊന്നുമല്ല, എന്നെ സ്കൂൾ മാറ്റി. പേരൻസിൻ്റെ ജോബ് സംബന്ധമായിട്ട് ഞങ്ങൾക്ക് സ്ഥലം ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എൻ്റെ ബ്രദറിനെയും സ്കൂൾ മാറ്റി. അപ്പം ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലായിരുന്നു അന്ന്. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവരുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ എനിക്ക് കുറച്ച് പെയിൻഫുള്ളായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ടോക്കൺ ഓഫ് ലവ് പോലെ ഞാൻ ഹാൻഡ് റിട്ടൺ ആയിട്ട് ഇങ്ങനെ ഒരു ഫെയർവെൽ വിഷൊക്കെ എഴുതുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം എന്നിട്ട് ഞാൻ അതിൽ പലരുടെയും അഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് അന്ന് സ്കൂൾ മാറുന്നത്. കാരണം അന്ന് സോഷ്യൽ മീഡിയയും ഫോണും കാര്യങ്ങളും ഒന്നുമില്ല. ഫോൺ ഉണ്ടായിരുന്ന കാലമായിരുന്നെങ്കിലും അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഫോണില്ല. അപ്പോൾ ഞാൻ എല്ലാവരുടെയും അഡ്രസ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ അഡ്രസ്സ്, അന്നത്തെ അഡ്രസ്സാണ് ഞാൻ അവർക്ക് കൊടുത്തത്. ഞാൻ ഷിഫ്റ്റ് ചെയ്ത സ്ഥലത്തെ അഡ്രസ്സ് എനിക്കെന്നറിയില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു പോയിന്റും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഈ ഒരു ഫ്രണ്ട്സ് അന്നും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു ന്യൂ ഇയർ വന്നപ്പം ഞാൻ എല്ലാവർക്കും ഈ 5 പേർക്കും, ഞാൻ എന്നെയും കൂടെ ചേർത്തിട്ടാണ് 5 പേര്, ഈ 4 പേർക്കും ഞാൻ ക്രിസ്മസ് കാർഡ്, ന്യൂ ഇയർ കാർഡ് അയക്കുന്ന എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഫ്രണ്ട് ഇത് റിസീവ് ചെയ്ത ഒരു ഫ്രണ്ടാണ് എനിക്കിത് റീസെൻ്റ്ലി പറഞ്ഞു തന്നത്. ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ ഇങ്ങനൊരു കാര്യം. അപ്പം എന്നിട്ട് ഞാൻ ഈ ഒരു പോസ്റ്റ് കാർഡ് ക്രിസ്മസ് കാർഡ് അവർക്ക് സെൻഡ് ചെയ്തപ്പം അതിൽ അഡ്രസ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് തിരിച്ചയക്കാനോ അവർക്ക് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒരു മീൻസും ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ആ ഒരു ബുദ്ധി പോയുമില്ല. അപ്പോൾ ഞാനങ്ങനെ ടൈം മുന്നോട്ട് പോയി. ഓർമ്മയിൽ ഇവരെല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് എങ്ങനെ അവരെ റീച്ച് ഔട്ട് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ വളർന്നു വരുമ്പോഴാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നത്. ഞാൻ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോഴാദ്യമായിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ചിട്ട് ഞാൻ ആദ്യം ചെയ്തത് ഈ ഫ്രണ്ട്സിനെ എല്ലാവരെയും സെർച്ച് ചെയ്യാന്നുള്ളതായിരുന്നു. എല്ലാവരെയും സെർച്ച് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്തു എന്ന് വേണേൽ പറയാം. അപ്പം ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഇതുപോലുള്ള ഒരുപാട് മെമ്മറീസ് എനിക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ പോലും മറന്നുപോയ പല കാര്യങ്ങളും ഇവരെനിക്ക് പറഞ്ഞു തന്നു. അതിലൊരു മെമ്മറിയാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് കാർഡ്സുമായിട്ടുള്ള എൻ്റെ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കൊച്ചിലേ തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ അവരുമായിട്ട്, എൻ്റെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ആ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു വലിയ മീൻസായിരുന്നു കാർഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ലെറ്റേഴ്സ്. നമ്മളിപ്പം സോഷ്യൽ മീഡിയ വന്നേ പിന്നെ നമ്മളൊരു ഓണം വിഷ് ചെയ്യുന്നതാണെങ്കിലും ക്രിസ്മസ് വിഷ് ചെയ്യുന്ന എന്ത് പരിപാടികൾ ലൈഫിലുണ്ടായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുന്നത് വാട്സാപ്പ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ ആയല്ലേ. പക്ഷേ
ഈ ഒരു കാർഡ് സെൻഡ് ചെയ്യുന്ന ആ ഒരു ഇമോഷനും അല്ലെങ്കിൽ ഒരു ലെറ്റർ സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ റിപ്ലൈ കിട്ടുമ്പോൾ അത് വായിക്കുന്ന ഇമോഷനൊന്നും എനിക്ക് ഈ പറയുന്ന വാട്സാപ്പ് മെസ്സേജിലോ ഇൻസ്റ്റാഗ്രാം DMസിലോ ഒന്നും തോന്നിയിട്ടില്ല. ഇത് കേട്ടിട്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നൊന്നും അയക്കാതിരിക്കരുത് കേട്ടോ, ഇനിയും നിങ്ങൾ വിഷ് ചെയ്യണം. ഞാൻ ഉദ്ദേശിച്ചതല്ല, നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലാതെ ഒന്ന് നേരിട്ട് വിളിക്കുകയോ ഒരു കാർഡ് അയക്കുകയോ ഒരു ലെറ്റർ എഴുതാനോ ഒക്കെ നമുക്കൊരു ഓപ്ഷനും ടൈമും ഉള്ളപ്പോൾ നമ്മൾ ഈ ഒരു മെസ്സേജിങ് ഓപ്റ്റ് ചെയ്യാതെ അത് ഓപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു നല്ല രസമുള്ളൊരു കാര്യമല്ലേ, ഒരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അത് റിസീവ് ചെയ്യുന്ന ആൾക്കും അത് അയക്കുന്ന ആൾക്കും ഭയങ്കര സന്തോഷവും അതുപോലെ ഭയങ്കര ഒരു കുളിർമയുള്ളൊരു ഫീലാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുമ്പോൾ അതിനകത്തൊരു സന്തോഷം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളൊരു പോസ്റ്റ് കാർഡ് റിസീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ലെറ്റർ റിസീവ് ചെയ്യുമ്പോൾ നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ ആ വരികൾ ശരിക്കും പറഞ്ഞാൽ അവർ അയക്കുന്ന ആൾ പറയുന്നത് പോലെ നമുക്ക് തോന്നാറില്ലേ? അവരുടെ സൗണ്ടിലല്ലേ മിക്കപ്പോഴും നമ്മളത് വായിക്കുന്നത്. അപ്പം കിട്ടുന്ന ആ ഒരു സന്തോഷത്തിന് പകരം വെക്കാൻ ഒരു ടെക്സ്റ്റ് മെസ്സേജിനോ ഇൻസ്റ്റാഗ്രാം മെസ്സേജിനോ വാട്സാപ്പ് മെസ്സേജിനോ പകരം വെക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് പലർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം അല്ലേ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ ആരുടെങ്കിലും മുഖം തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ അത് നിങ്ങളുടെ ഫ്രണ്ട് ആവാം, പാരൻസ് ആവാം, സിബ്ലിങ്സ് ആവാം, കസിൻസ് ആവാം, ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നാളായിട്ട് കോണ്ടാക്ട് ചെയ്യാത്തൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആവാം. അപ്പോൾ ആരുടെയെങ്കിലും മുഖം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവർക്കൊരു കത്തോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കാർഡോ അയച്ചു നോക്കണം. തിരിച്ച് ഒരു റിട്ടേൺ ലെറ്റർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അയക്കണ്ട. നിങ്ങളൊന്ന് അയച്ചു നോക്കൂ, ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ നിങ്ങളൊന്ന് അയച്ചു നോക്ക്. എനിക്ക് ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, ഒരു ചെറിയ ചിരിയോടെ അല്ലാണ്ട് ആർക്കും അത് വായിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആ ഒരു സന്തോഷം അവരുടെ ദിവസം മൊത്തം കാണും, അല്ലെങ്കിൽ ആ ഒരു ആഴ്ച മുഴുവനും കാണും. ഒരുപാട് നാൾ കണ്ടിട്ടില്ലാത്തൊരു ഫ്രണ്ട് ആണെങ്കിൽ ചിലപ്പോൾ ഒരു ലോങ്ങർ റണ്ണിൽ ആ ഒരു ഹാപ്പിനെസ് അവർക്ക് വന്നെന്നിരിക്കാം. നമ്മളെ അവർ ഓർക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി കുറച്ച് സമയം അവർ ചെലവഴിക്കാൻ മാറ്റി വെച്ചു എന്നൊക്കെയുള്ള ആ ഒരു തോട്ട് തന്നെ അവരെ സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് എന്തായാലും ഒരു സോഷ്യൽ ആനിമലാണ്. സോഷ്യലൈസ് ചെയ്യുന്നത് വഴി പ്ലഷർ കിട്ടുന്ന ഒരു ജീവിയാണല്ലേ മനുഷ്യൻ. അപ്പോൾ എന്തായാലും നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസിന് നമ്മൾ ഇച്ചിരി സമയം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ രീതിയിലായിരിക്കുമല്ലേ നമ്മുടെ ജീവിതം പോവുക. കുറച്ചുകൂടെ ഒരു രസമൊക്കെ ഉണ്ടായിരിക്കും, കുറച്ചുകൂടെ കളർഫുൾ ആയിരിക്കും നമ്മുടെ ലൈഫും, അതുപോലെ നമ്മൾ കണക്ട് ചെയ്യുന്ന ആളുകളുടെ ലൈഫും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും പറയാനൊന്നും ഉദ്ദേശിച്ചില്ലായിരുന്നു കേട്ടോ, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പോയി. കുട്ടിക്കാലത്തിലേക്ക് ഞാനൊരു യാത്രയ്ക്ക് പോയി. ഈ വീഡിയോയിൽ ഇത്രേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ഇത്തിരി സമയം ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾക്ക് കൊണ്ട് സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ കുറേ കൂടെയൊക്കെ നമ്മുടെ ലൈഫ് കളർഫുള്ളായിരിക്കും, സന്തോഷമുള്ള ലൈഫായിരിക്കും. സന്തോഷമുണ്ട് ആരോഗ്യം കൂടും, ആരോഗ്യമുണ്ട് ആയുസ്സും കൂടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. ടു മേക്ക് സമ്മൺ ഹാപ്പി.